ഗവർണർ നിങ്ങളൊരു സ്വകാര്യ ചടങ്ങിന് പോയാൽ അവിടെ ചാൻസലർ അല്ല ഗവർണറായ ഒരാളായിട്ടോ രാജേന്ദ്ര ആർലേക്കറായിട്ടാണോ പോവുക. ഉദാഹരണത്തിന് ചാൻസലർ എന്നുള്ളത് നമ്മുടെ സർവകലാശാലയിൽ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് പുള്ളി ചാൻസലർ ആയിരിക്കുന്നത്. ആ ചാൻസലർ പദവി നാളെ ഗവർണർ അല്ലെങ്കിൽ നാളെ ചാൻസലർ അല്ല ഗവർണർ. അപ്പോൾ നിലവിൽ അയാൾ വന്നിരിക്കുന്നത് ചാൻസലറായിട്ടാണെങ്കിൽ മാത്രമേ, അതായത് ഗവർണർ വന്നിരിക്കുന്നത് ചാൻസലറായിട്ടാണെങ്കിൽ മാത്രമേ ചാൻസലറായി വന്ന ഗവർണറുടെ കാര്യത്തിൽ ഈ പറയുന്ന നിലപാട്, ഈ രാജേന്ദ്ര ആർലേക്കറിനെതിരെ നിലപാട് നിലനിൽക്കൂ. ആർലേക്കർ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഇതാ ഇപ്പൊ ഗവർണറായിട്ട് പുറത്തു പോകുന്നത്, അതിൽ ഞാൻ ചാൻസലർ അല്ല കേട്ടോ, അടുത്ത ഞാൻ ചാൻസലർ ആയിട്ടാണ് പുറത്തു പോകുന്നത്, ഗവർണർ ആയിട്ടല്ല കേട്ടോ, ഞാനിത് ആർലേക്കറായിട്ടാണ് പോകുന്നത്, ഈ കുപ്പായൊക്കെ കഴിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ടാണോ പോവുക? ഒരു നിമിഷം. നിലവിൽ ചാൻസലറായിട്ടല്ല വന്നതെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ചാൻസലറായിട്ടല്ല വന്നതെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ചാൻസലറായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഴയ ഉദാഹരണം പറയുന്നത്. ചാൻസലറായിട്ട് അയാൾ ഒരു പരിപാടിക്ക് വരുന്നു. ആ പരിപാടി ഇനിയിപ്പം നിങ്ങൾ സെനറ്റ് ഹാൾ വിടും. അല്ല, ഞാൻ പറയുന്നത് ഇനി രജിസ്ട്രാർ വേറൊരു സ്ഥലത്താണ്, അവിടെ ഈ പരിപാടി കുളവാക്കി. അത് ചാൻസലറാണ്. ചാൻസലറോട് മോശമായി പെരുമാറിയെങ്കിൽ അതിന് പ്രശ്നമുണ്ടെന്നേ.